മൈന. ഈ മൈന മൈന എന്നുള്ള പേരെ നമ്മൾ കേൾക്കുന്നുള്ളൂ. നമ്മൾ ഈ പേരിന്റെ തന്നെ ആണെങ്കിൽ നമ്മൾ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ കാണുമ്പോൾ മേല് പെരുക്കുന്ന പോലെ ഇങ്ങനെ വരുന്നത്. അപ്പൊ അത്രയും ഉണ്ട് ഇതിന്റെ ക്വാണ്ടിറ്റി. ശരിക്കും എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് ആയിരിക്കും, നിങ്ങൾ ഇത് എന്താ ചെയ്യുന്നത്? ഇത് റിമൂവ് ചെയ്തതിന് ശേഷം ഇതിനെല്ലാം കൂടെ നമുക്ക് പിടിച്ചിട്ട് കൊല്ലാൻ പറ്റൂല. അപ്പൊ എന്താ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതിന്റെ ഡിസ്പോസിങ്? അത് നമ്മൾ കവറിലൊക്കെ ആക്കിയിട്ട് കൊണ്ട് കളയലാണ്, കത്തിക്കലും കളയലും ഒക്കെയാണ്. ഇങ്ങനെ ഏറ്റവും സിവിയർ ആയിട്ട് കണ്ട ഒരു സ്റ്റേജ് ഏതായിരുന്നു? 6 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ അത് വീഡിയോ ഉണ്ട്. ഇവിടെ എല്ലാം അഴുകി പൊട്ടി കഴുത്ത് മൊത്തത്തിൽ പിളർന്നു പോയൊരവസ്ഥയാണ്. പിന്നെ കാതെല്ലാം ഫുള്ള് ബ്ലാക്കായി മൊത്തത്തിൽ ഇത്രയും ഭാഗം ആ കുഞ്ഞിൻ്റെ. അപ്പൊ ഈ കളിയാക്കലുകൾ വരുന്നത് എങ്ങനെയാണ്? നീ പോയിട്ട് വല്ല പേനും വിറക്കിക്കൊണ്ടിരിക്കടി ഞങ്ങളുടെ അടുത്തോട്ട് വരാമെന്ന്. അതുകൊണ്ട് അവർക്ക് ഫ്രസ്ട്രേഷൻ അത്രയ്ക്ക് വരാനായിട്ടുള്ള അറിയില്ല, എനിക്കറിയില്ല, ഞാൻ അവരെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അവർ കണ്ടിട്ടുണ്ടായിരിക്കും, അറിയില്ല. ഇവർ വന്ന് സങ്കടം പറഞ്ഞ് കരയത്തില്ല. അതിൻ്റെ താഴെ വരുന്ന കമൻ്റ് എന്ന് വെച്ചാൽ ഒരു പെയിനാണോ ഇത്ര ഷൂ ഇറക്കുന്നത്, ഇതെന്തോ സീരിയലാണോ? പക്ഷെ ഓരോരുത്തരുടെ ഇപ്പം ഞാൻ കാണുന്ന വ്യൂയിലൂടെ ആയിരിക്കില്ലല്ലോ നൂറ് കാണുന്നത് അല്ലേ. അപ്പം എനിക്ക് നിസ്സാരമായിട്ട് തോന്നുന്നത് നൂറയ്ക്ക് നിസ്സാരമായിരിക്കില്ല അല്ലേ. ഈ കുട്ടി മരിച്ചില്ലേ ഈ ഒഡീഷയില്, അതിനുശേഷം പണ്ടത്തെ പോലെ തന്നെ ഡെയിലി ഒരു 70 കോളിന് മേലെ വരുന്നുണ്ട്. ഇത് കേട്ട് പേടിയായിട്ട് 70 കോളിന് മേലെ വരുന്നുണ്ട്. ഒരു തുറക്കാൻ പറ്റാത്ത അത്ര മെസ്സേജ്. ഹലോ ആൻഡ് വെൽക്കം ടു ചോയ്സ് നെറ്റ്വർക്ക്. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മൈനയാണ്. വെൽക്കം മൈന. ഈ മൈന മൈന എന്നുള്ള പേരെ നമ്മൾ കേൾക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എന്താണ് റിയൽ നെയിം? എന്താ? അത് ഇതുവരെ നമ്മൾ ഇൻസ്റ്റയിലാണെങ്കിലോ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. മജീന മുഹമ്മദ്. മജീന മുഹമ്മദ് എങ്ങനെ മൈനയായത്? അതെ, ഇങ്ങനെ വിളിച്ചും ഒക്കെ ഓരോരുത്തരും പിന്നെ ആയി, അങ്ങനെ ആയി. അപ്പോൾ എന്തായാലും വെൽക്കം ടു അവർ ഷോ. അപ്പോൾ ഈ പേൻ്റെ ശല്യം നമ്മൾ ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ പണ്ട് മുതലേ വീഡിയോസൊക്കെ ഇങ്ങനെ കാണാറുണ്ടെങ്കിലും പെട്ടെന്ന് എല്ലാവരിലോട്ടും വീഡിയോസ് എത്തിയത് ഈ പറയുന്ന പെയിൻ ശല്യമായിട്ട് വരുന്ന ഒരുപാട് പിള്ളേർക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഈവൻ ഡോക്ടേഴ്സിനാണെങ്കിൽ പോലും എല്ലാവരും വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് മാറ്റി കൊടുക്കുന്നത് കേട്ടാ. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് എത്തിയത്? 3 പെൺപിള്ളേരല്ലേ. ഒന്ന് അവരെ തന്നെയാണ് എല്ലാം പരീക്ഷണം. പിന്നാണെങ്കിൽ നമുക്ക് സലൂൺ ഉണ്ടല്ലോ, സലൂണിൽ ഒരു കൊച്ചു കളർ ചെയ്യാൻ വന്നായിരുന്നു. അപ്പോൾ ആ കുട്ടി ചോദിച്ചു ഇങ്ങനെ ലേസ് റിമൂവ് ചെയ്യുമെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല മോളെ, ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ പറ്റും, ഇവിടെ ചെയ്തിട്ടില്ല, മുന്നേ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, നോക്കാം, അതിൻ്റെ ഒരു പരീക്ഷണത്തിലാണ്, ഓക്കെ ആണെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റിലെ ഇങ്ങനെ ഒരു മാസം ടൈം എടുത്ത് അതിന് ഓക്കെ ആവാൻ, എല്ലാം ശരിയാവണമല്ലോ. എന്നിട്ട് ആ കുട്ടിയെ വിളിച്ച് കണ്ടപ്പോൾ സത്യത്തിൽ ആദ്യമേ പേടിച്ചു പോയി. ഫുള്ളങ്ങ് മുടിയെ കാണാൻ പറ്റുന്നില്ലായിരുന്നു, ഫുള്ള് സ്പ്രെഡായി നിറഞ്ഞ്. പിന്നെ ഞാൻ അവളെ അങ്ങനെ കംഫർട്ടാക്കി നിർത്തി. വെളിയിലോട്ട് അങ്ങനെ ഇറങ്ങത്തില്ലായിരുന്നു ആ കുട്ടി. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് വെച്ചാൽ ഫുള്ള് മുടി കാണാൻ പറ്റുന്നില്ല, അമ്മാതിരി അങ്ങ്. ഒരു സ്ട്രീക്കിൽ തന്നെ ഒരു 100 പേനുള്ള പോലെ അല്ലേ? അതിലും കൂടുതലായിരുന്നു. അതാണ് എൻ്റെ ആദ്യത്തത്. അതിന് ഞാൻ രാത്രി ഏകദേശം ഒരു 12 മണി വരെ എടുത്തു ടൈം. എത്ര മണിക്ക് തുടങ്ങിയിട്ട്? രാവിലെ തുടങ്ങും, ഒരു 10 മണിയാകുമ്പോഴത്തെ സ്റ്റാർട്ട് ആവുന്നതായിരുന്നു. ഇതിന്റെ ഒരു മുട്ട പോലും ഇല്ലാണ്ട് ക്ലീൻ ആക്കണമല്ലോ. ഫുള്ളായിട്ട് അത് ക്ലീൻ ആക്കണമല്ലോ. അങ്ങനെ രാത്രി, അതുമല്ല ഇത് ഫസ്റ്റ് അല്ലേ, കുറവാണ്. അങ്ങനെ അത് ആക്കിയെടുത്ത് അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി. പിന്നെ ആ കൊച്ചു വീഡിയോ കോൾ ചെയ്ത് അമ്മയെ കാണിച്ച അമ്മ ഹാപ്പി, അങ്ങനെ വീട്ടുകാരെല്ലാം ഹാപ്പി. അപ്പം നമുക്ക് ഒരു ഇത് വരത്തില്ലേ. അതെങ്ങനെയാ അപ്പം അന്ന് റിമൂവ് ചെയ്തത്? യൂഷ്വലി കൈ കൊണ്ട് തന്നെ മാറ്റി കൊടുക്കും? അല്ലല്ല, കോമ്പിങ്ങും ഒക്കെയാണ്, അല്ല മെഷീൻ അങ്ങനത്തെ ഒന്നുമില്ല. കോമ്പിങ് ആണ് മൊത്തം, ഫുള്ളായിട്ട് കോമ്പിങ്ങും, കെമിക്കലൊന്നുമില്ല. അല്ലാതെ നോർമലി നമ്മൾ തന്നെ ഓയിലും നമ്മുടെ തന്നെ ഓയില്, ക്രീം അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ കോമ്പ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പക്ഷെ അതിന് കുറച്ച് ക്ഷമ വേണം, ടൈം എടുക്കുന്നതല്ലേ. അതായത് മെഷീൻ വെച്ചിട്ടൊന്നും പിടിക്കുന്നതല്ല, നമ്മൾ ഓരോ സെക്ഷനായിട്ട് എടുത്ത് കോമ്പ് ചെയ്തിട്ടാണ് കളയുന്നത്.
അതിനുശേഷം പിന്നെ ഇതിനായിട്ട് കുറച്ചുകൂടി ടൈം എടുത്ത് അതിന്റെ വീഡിയോ ഇട്ടായിരുന്നു. ആ അതിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഒരു എന്താണ് ഇത് ഈ ഒരു കുട്ടി മാത്രമല്ല, ഞാൻ വിചാരിച്ചു ഈ ഒരു കുട്ടിയിൽ മാത്രമായിരിക്കും എന്ന്. അല്ല, അതിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് ഭയങ്കര വൈറലായി. പിന്നെ ഇൻബോക്സ് ഒന്നും തുറക്കാൻ പറ്റാത്ത വിധത്തിൽ മൊത്തം എവിടെയാ സ്ഥലം, എങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞ് ഡെയിലി 4ഉം 5ഉം ഒക്കെ വരാൻ തുടങ്ങി. ഒരു ദിവസം ഒരു ക്ലൈന്റിനെ എടുക്കാൻ പറ്റുള്ളൂ? അല്ലല്ല, ഡെയിലി 5ഉം 6ഉം ഒക്കെ എടുക്കാൻ തുടങ്ങി. അതപ്പോ എനിക്ക് മാത്രമല്ല, ഞാൻ സ്റ്റാഫിനെ വെച്ച്, ആദ്യം ഒരാളെ വെച്ച്, പിന്നെ 2, 3 അങ്ങനെ ഇഷ്ടംപോലെ സ്റ്റാഫിനെ വെച്ച് മൊത്തത്തിൽ അങ്ങ് ഇന്ന് വരെയുണ്ട്. പക്ഷെ ഇപ്പം ഇല്ല, റെസ്റ്റോറൻ്റ് ഒക്കെ ഓപ്പൺ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ ടൈമില്ല. പക്ഷേ ഡെയിലി ഉണ്ട്. ഇന്നും ഒരു 3 എണ്ണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഈ പറയുന്ന സലൂണിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സലൂണാണ്? ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സലൂണാണ്. എന്നിട്ട് ഇപ്പോഴോ? അതിൻ്റെ ഓണറായി. ആ ഒരു സലൂണിൻ്റെ ഓണറായി വേറൊരു സലൂണ് തുടങ്ങി. നമ്മുടെ ഒരു ചുറ്റുപാടും അല്ലാണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസിൽ നിന്നൊക്കെ ആളുകൾ വരുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. എവിടെ നിന്നൊക്കെ ആളുകൾ വരാറുണ്ട് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്? അറബി കൺട്രീസിൽ നിന്നും വരാറുണ്ട്. അല്ലാതെ അറബിക് കൺട്രീസിൽ നിന്ന് വരാറുണ്ടോ? സൗദിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. സൗദിയിൽ നിന്നൊക്കെ കുറേ വന്നിട്ടുണ്ട്. ബുക്ക് ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്ന് വരും. അങ്ങനെയാണ്. പിന്നെ എന്താണ് യൂറോപ്പ്, അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അവിടെയാണ്, ഔട്ട് ഓഫ് കൺട്രിയിലാണ് ആദ്യമായിട്ട് ഒരു കുട്ടി മരിച്ചത്. ഓക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പൊ അവിടെ പോയിട്ടുള്ള പഠിക്കാൻ പോയിട്ടുള്ള മലയാളീസ് അങ്ങനത്തെ ആളുകളാണോ അതോ അവിടുത്തെ തന്നെ ആളുകളാണോ വരുന്നത്? അവിടെ തന്നെ സെറ്റിൽ ആയിട്ടുള്ളവർ വരുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഡോക്ടറിനൊക്കെ പഠിക്കാൻ പോകുന്നവര്. എനിക്ക് ഇപ്പോഴും ഒരു കണ്ടിന്യൂ ആയിട്ട് ഷാംപൂ, കണ്ടീഷണർ, സീറം ഒക്കെ മേടിക്കുന്ന ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ഉണ്ട് അവിടെ പഠിക്കുന്ന, കാനഡയിൽ. അതെ. അപ്പൊ ശരിക്കും പറയാം എന്താ ഇതിന്റെ ഒരു കോഴ്സ്? നമ്മള് ഈ പെയിൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മേ ബി ചിലരെങ്കിലും വിചാരിക്കും ചെറിയതല്ലേ, പെയിൻ അല്ലേ. കമന്റ് കാണലുണ്ട്. ഈ ഇവര് വന്ന് സങ്കടം പറഞ്ഞ് കരയത്തില്ല. അതിന്റെ താഴെ വരുന്ന കമന്റ് എന്ന് വെച്ചാല് ഒരു പെയിനാണോ ഇത്ര ഷൂ ഇറക്കുന്നത്, ഇതെന്തോ സീരിയലാണോ? പക്ഷെ ഓരോരുത്തരുടെ ഇപ്പം ഞാൻ കാണുന്ന വ്യൂയിലൂടെ ആയിരിക്കില്ലല്ലോ നൂറ കാണുന്നത്, അല്ലേ? അപ്പം എനിക്ക് നിസ്സാരമായിട്ട് തോന്നുന്നത് നൂറയ്ക്ക് നിസ്സാരമായിരിക്കില്ല, അല്ലേ? അത്രയേ ഉള്ളൂ. പക്ഷെ ഇവരാരും അങ്ങനെ മൈൻഡിലെടുക്കത്തില്ല. ചുമ്മാ ഈ കമന്റ് ഇട്ട ഒന്നാമതേ അവർ വേദനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ പിന്നെയും ഹേർട്ട് ആവത്തില്ലേ അവർക്ക്? അല്ല, ഈ യൂഷ്വലി ഇപ്പൊ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴായാലും നമുക്ക് എല്ലാവരുടെയും തലയിൽ എന്തായാലും പെയിനൊക്കെ വന്നിട്ടുണ്ട്. എന്റെ മക്കളുടെ തലയിലുണ്ട്. പക്ഷെ ഈ വീഡിയോസിൽ നമ്മൾ കാണുന്നത് ഇത് അങ്ങനെ അല്ല, ഒരുപാട് പെരുകിയിട്ട്. അപ്പൊ കമന്റ്സ് വരാറുണ്ട് ഇത് നീറ്റ് ആക്കാഞ്ഞിട്ടാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണോ ഇത് ഉണ്ടാവുന്നത്? ഈ സംഭവം എന്ന് വെച്ചാൽ ആദ്യമേ വരത്തില്ലേ, അപ്പം അത് കെയർലെസ് ആയിട്ട് അങ്ങ് വിട്ടിട്ട് ഇതങ്ങ് കുറച്ചും കൂടെ ഹെവി ആവും. ഇപ്പം ഈ പിള്ളേർ വീട്ടിൽ ഇപ്പോഴത്തെ പിള്ളേർ പറയത്തില്ല, അറിയാമല്ലോ, അവർ റൂമായി ഫോണായി അങ്ങനെയൊക്കെ അങ്ങ് ഇരിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതങ്ങ് പെരുകും. എന്നിട്ട് ചൊറിയുമ്പോഴത്തേക്ക് പൊട്ടിക്കഴിഞ്ഞിട്ട് ഇവർക്ക് വെള്ളം ഒഴിക്കാൻ പറ്റാതാവും തലയിൽ. അങ്ങനെ വെള്ളം ഒഴിക്കത്തില്ല, തല നനയ്ക്കാതിരുന്ന് അത് അഴുക്കായി അങ്ങനെ ഭയങ്കര ഒരു ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, അങ്ങനെ നീണ്ട് അങ്ങ് പോവുക. പിന്നെ ചിലരുടെ ബ്ലഡിന്റെ എന്തോ ഒരു ഇഷ്യൂ കൊണ്ടും വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ പലരും മുടി മൊട്ടയടിച്ചൊക്കെ കളയാറുണ്ടല്ലോ കംപ്ലീറ്റ്ലി, അല്ലേ? അങ്ങനെ മൊട്ടയടിച്ച് ഞാനൊരു വീഡിയോ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. പല സൈഡിൽ നിന്ന് മുടി ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു കുട്ടി ഇങ്ങനെ വന്നിട്ടുള്ളതായിട്ട്. അത് ഒരു കുട്ടിയല്ല, അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. ബാക്കിലൊക്കെ ബോയ് കട്ട് അടിച്ചിട്ട് ഇത്രയും ഭാഗം മാത്രം വെച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു അവസ്ഥ കൊണ്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെങ്കിൽ അവരുടെ ഭാഗത്തും കുറച്ചൊക്കെ ഉണ്ട്. നമ്മൾ മൊത്തത്തിൽ കുറ്റം പറയുന്നില്ല. പിന്നെ ഇവരങ്ങ് വിടും, മതി ഇനി വയ്യ, അവരങ്ങ് മടുക്കും അതിനോടങ്ങ്. കളിയാക്കലും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ഒക്കെ കൊണ്ട് അങ്ങനെ അങ്ങ് ആയിപ്പോവും. കണ്ടിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പല വീഡിയോസിലും കരയുന്നതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ, അങ്ങനെ അവരോട് ഭയങ്കരമായിട്ടുള്ള അവരുടെ സ്റ്റോറി കേട്ട് ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടോ? എനിക്ക് പെട്ടെന്ന് ഞാൻ കരയും. എനിക്ക് ചെറിയൊരു കാര്യം മതി, പെട്ടെന്ന് സങ്കടം വരും. പിന്നെ എന്താണ്, ഞാനില്ലേ ഒരു വ്യക്തി എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അവരായിട്ടങ്ങ് മാറും. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ പെട്ടെന്നങ്ങ്, എല്ലാവരും എൻ്റെ അടുത്ത് പറയാം അത് ശരിയല്ല എന്ന്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് കരയും, പെട്ടെന്ന് ഇമോഷണൽ ആവും, അങ്ങനത്തെ ഒരു ഇത്. അതെ. അപ്പൊ ഇങ്ങനെ ഏറ്റവും സിവിയർ ആയിട്ട് കണ്ട ഒരു സ്റ്റേജ് ഏതായിരുന്നു? ആരുടേതായിരുന്നു ഏറ്റവും സിവിയർ ആയിട്ട്? ഒരു 6 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ. അത് വീഡിയോ ഉണ്ട്. ഇവിടെ എല്ലാം അഴുകി പൊട്ടി, കഴുത്ത് മൊത്തത്തിൽ
പിളർന്നു പോയൊരവസ്ഥ അങ്ങനെ ആയിരുന്നു ഇരിക്കുന്നത്. പിന്നെ കാതെല്ലാം ഫുള്ള് ബ്ലാക്കായി, മൊത്തത്തിൽ ഇത്രയും ഭാഗം ആ കുഞ്ഞിൻ്റെ ബ്ലാക്കായി. അത് മൊത്തം ഇങ്ങനെ വല്ലാത്തൊരു കണ്ടീഷനായിരുന്നു. അച്ഛനില്ല അതിന്, അമ്മമ്മയെ ഏൽപ്പിച്ചേക്കുമായിരുന്നു. അമ്മ പോലീസിൻ്റെ ട്രെയിനിങ്ങിനൊക്കെ പോയേക്കുമായിരുന്നു. അമ്മമ്മ അറിയാവല്ലോ, പിള്ളേർ ഇരിക്കത്തില്ല, വയസ്സായവരാ, അങ്ങനെ ആയതാ. ഈ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഇവർക്കും ഒരു സ്റ്റോറി കാണുമല്ലോ, ഇതിനപ്പുറം ഇവരെ മറ്റുള്ളവരെ മാറ്റി നിർത്തുന്നതൊക്കെ. അതാണ്, അത് ഭയങ്കര. അത് കേൾക്കുമ്പോൾ നമുക്ക്, ഒരു കുട്ടി മറ്റേ തൂങ്ങിയൊക്കെ ചാവാൻ പോയിട്ടാണ് കൊണ്ടുവന്നതോ? അത് എത്ര വയസ്സുള്ള കുട്ടിയോ? അത് 10-11 വയസ്സ്. ട്രിവാൻഡ്രത്തൂന്ന്. എന്തായിരുന്നു സ്റ്റോറി? അത് ഇത് തന്നെ, കളിയാക്കലും ഒക്കെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആദ്യം പറഞ്ഞായിരുന്നു. ഈ മോള് തന്നെ ഇതാക്കിയതായിരുന്നു. പക്ഷെ അവര് മതി, പേനല്ലേ. അതായത് വീട്ടിലെ അച്ഛന്മാരങ്ങനെ പെട്ടെന്ന് ഉൾക്കൊള്ളത്തില്ല, അമ്മമാര് കാണുന്ന പോലെ ആയിരിക്കത്തില്ല. അപ്പൊ ഇതിനെന്തിനാ, ഇത് ചികിത്സിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മയും വഴക്ക് പറഞ്ഞു ഇവരെയൊക്കെ. പിന്നെ ഡോറ് തുറക്കാതെയൊക്കെ ആയപ്പം ഇങ്ങനെ കയറ് കെട്ടിയിട്ടൊക്കെ. അത്ര 11 വയസ്സുള്ള ഒരു മോളാ അത്. അതിനെ കൊണ്ടുവന്നു മൊത്തം ക്ലിയർ ആയി കൊടുത്തു. ഈ കുഞ്ഞ് സൂയിസൈഡ് ചെയ്യാൻ പോയിന്ന് കേട്ടപ്പോഴത്തേക്കാ റീസെന്റ് നമ്മളൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടി മരിച്ചു എന്നുള്ളത്. അത് ഔട്ട്സൈഡ് കേരളയാണ്, ഒഡീഷ അല്ലേ. അപ്പോൾ അതിനകത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കമന്റ് ബോക്സ് മൊത്തവും മൈനേനെയാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. മൈന വന്നപ്പോൾ പറയുകയും ചെയ്തു, ഞാൻ മാറ്റി കൊടുക്കാമായിരുന്നല്ലോ എന്ന്. ശരിക്കും ഇത് എങ്ങനെയാ അപ്പോ ഒരാളുടെ ജീവൻ പോകാൻ മാത്രം എന്താ ഇതിൽ സംഭവിക്കുന്നത്? അത് ബ്ലഡ് കുടിക്കില്ലേ, ഇത് നേരിട്ട് കാരണമാവത്തില്ല. അതായത് പെയിൻ കടിച്ചു അങ്ങനെ ആവത്തില്ല. ഇത് നമ്മളെ തലയോട്ടിലങ്ങ് പെറ്റ് പെരുകിയിട്ട് ബ്ലഡ് കുടിക്കും. ബ്ലഡ് കുടിച്ചിട്ട് പിന്നെ അതിന്റെ ഇരുമ്പ് സത്തൊക്കെ ഇതാക്കും. മറ്റേ ഔട്ട് ഓഫ് കൺട്രിയിൽ ഒരു കൊച്ചു മരിച്ചെന്ന് പറഞ്ഞില്ലേ, അത് അങ്ങനെ ആയിട്ട് അറ്റാക്ക് വന്നിട്ടാണ് ആ കുട്ടി മരിച്ചത്. ബ്ലഡ് ഫുള്ള് സക്ക് ചെയ്തിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിട്ട് അച്ഛനും അമ്മയും ജയിലിലാണ്. കുട്ടിയുടെ കുഞ്ഞിനെ അവര് കെയർ ചെയ്യാത്തോണ്ട് അച്ഛനും അമ്മയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയേക്കുവാണ്. ഇപ്പൊ പരോള് കിട്ടിയെന്നാ. അതാണ് ആദ്യത്തെ, എൻ്റെ അറിവിലെ ആദ്യത്തെ മരണം. ഇവിടുത്തെ കേസ് എന്തായിരുന്നു, അന്വേഷിച്ചിരുന്നത് എന്താണെന്ന്? ഇവിടുത്തെയും ഇത് തന്നെയാണ്, ഡയറക്റ്റ് ആവാതെ എന്താണ് ഈ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് ബ്ലഡ് കുടിച്ചിട്ട് അതുപോലെ ഈ വ്രണങ്ങളും വരും, അതിലൂടെയാണ് ഇൻഫെക്ഷൻ പെട്ടെന്ന് പകരുന്നത്. ഞാൻ ഒരു കുട്ടി വന്നിട്ട് ഡാൻഡ്രഫിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, അതിന് വന്നായിരുന്നേ. നോമ്പിന്റെ ടൈമിൽ കുഞ്ഞു കുട്ടിയാണ്, ഒരു 6 വയസ്സല്ല, ഒരു 8 വയസ്സുള്ള കുട്ടി. നോമ്പ് പിടിച്ചോണ്ടാണേ വന്നത്. അപ്പൊ ഡാൻഡ്രഫാന്ന് പറഞ്ഞ് ചെക്ക് ചെയ്ത് നമ്മള് ഇങ്ങനെ നോക്കത്തില്ല, നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പൊ അതിലൂടെ നോക്കുമ്പോൾ ഈ ഭാഗത്തുനിന്ന് പുഴു വരുന്നു. അപ്പം നമ്മൾ നോക്കുന്ന പോലെ ആയിരിക്കത്തില്ലല്ലോ, നമ്മളെ സ്റ്റാഫുകൾ ഡാൻഡ്രഫിന് വരുന്ന സെപ്പറേറ്റ് സ്റ്റാഫാണ്. അപ്പോൾ വൊമിറ്റ് ചെയ്യുന്ന സൗണ്ട് ഇട്ടിട്ട് ഞാൻ പോയി ചോദിച്ചപ്പോഴാണ് പറഞ്ഞ വേംസ് ഈ പുഴു വരുമായിരുന്നു. അപ്പം ഞാൻ ഇവരുടെ ഉമ്മയും വാപ്പയും വിളിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവർ ഭയങ്കര കരച്ചില്ല. അവർ ഡാൻഡ്രഫാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായിരുന്നു ശരിക്കും പറഞ്ഞത്? അത് പെയിൻ്റ് ചെയ്തിട്ടിട്ട് തുളയിട്ട് പെയിന് ഇതായിട്ടേ സ്കിന്നെല്ലാം റിമൂവ് ആയിട്ട് എവിടുന്ന് പുഴു വരാൻ തുടങ്ങി. കുഞ്ഞല്ല, ഭയങ്കര തിക്ക് മുടിയാണ്. പിന്നെ ആ കുട്ടി ഭയങ്കര സ്ട്രോങ് ആണ്. നോമ്പ് പിടിച്ചോണ്ട് തന്നെ അന്ന് തന്നെ ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു നോമ്പ് വിടുമോളെ, കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ഇല്ല, പക്കായിട്ട് ഇത് വിട്ടായിരുന്നു. ഡോക്ടർമാരൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട്. ഡോക്ടർ, ടീച്ചർ, പോലീസ്, സാറന്മാരൊക്കെ വരാറുണ്ട്. നമ്മളെ ആൺപിള്ളേർക്കും ഉണ്ടല്ലോ, പെൺപിള്ളേർക്ക് മാത്രമല്ലല്ലോ, അങ്ങനെ എല്ലാവരും വരുന്നുണ്ട്. അതെ. ഏറ്റവും കൂടുതൽ ഇപ്പം നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതായത് ഏറ്റവും ടൈം എടുത്ത് ഒരു കാസർഗോഡ് നിന്ന് വന്നൊരു കുട്ടി. ആ കുട്ടി 4 വർഷമായി തല വാഷ് ചെയ്തിട്ട്. 4 വർഷമോ? 4 വർഷം മുറിവ് കൊണ്ട്. അറിഞ്ഞില്ല, വീട്ടുകാരെ അറിയുന്നില്ലല്ലോ. ഈ കുട്ടി പറഞ്ഞിട്ടില്ല 4 വർഷമായി തല വാഷ് ചെയ്തിട്ടില്ല? അയ്യോ. അത് ഫുള്ള് ഇതേപോലെ. അത് ഞാൻ ലൈവ് വീഡിയോ വരെ ഇട്ടിട്ടുണ്ട്. രാത്രി 3 മണിക്കും 4 മണിക്കും ഒക്കെ ഇരുന്ന് ചെയ്യുന്നത്. പിന്നെ പിറ്റേ ദിവസം 2 ദിവസം എടുത്തിട്ടായിരുന്നു അത് കളഞ്ഞത്. അയ്യോ. ഫുള്ള് നൈറ്റ് മൊത്തം. മറ്റേതൊക്കെ ആണെങ്കിൽ രാവിലെ ഒരു സെക്കൻഡ് സിറ്റിങ് വരുവാണെങ്കിൽ രാവിലെ തൊട്ട് ഒരു 6 മണി വരെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ പിറ്റേ ദിവസമായിരിക്കും. അതൊരു 3 മണിക്കൂർ അങ്ങനെ കാണത്തുള്ളൂ. പക്ഷെ ഇത് കണ്ടിന്യൂ ആയിരുന്നു രാത്രി മൊത്തം. അതായത് സ്റ്റാഫുകൾക്ക് വയ്യ, അവർക്കത് പറ്റുന്നില്ല, വരുന്നില്ല. ചിലത് കുറച്ച് സ്പ്രെഡ് ആയിരിക്കും, പക്ഷേ ഇതിൽ നിന്ന് വരത്തില്ല.
മനസ്സിലായി. അപ്പം ഇത് വരുന്നേ ഇല്ല. പിന്നെ ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നും കടന്നും നിന്നും ഒക്കെ ചെയ്ത് രാത്രി മൊത്തം കണ്ടിന്യൂ ചെയ്ത് ഇതാക്കി. പക്ഷേങ്കിൽ ആഫ്റ്റർ കെയർ ഒന്നും മേടിച്ചില്ലായിരുന്നു. സെക്കൻഡ് സിറ്റിങ് വരേണ്ടി വന്നു. വീണ്ടും വരണ്ട 1 വർഷം കഴിഞ്ഞിട്ട്. ഓ, ആഫ്റ്റർ കെയർ ചെയ്തില്ലെങ്കിൽ വീണ്ടും അത്രയും തന്നെ ആവും അല്ലേ? സെയിം കണ്ടീഷനിൽ പിന്നെയും വന്നു. ഓ, അങ്ങനെ വരുന്ന ആളുകളും ഉണ്ടല്ലേ വീണ്ടും വരുന്നത്? വീണ്ടും ഈ കുട്ടി മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കി എല്ലാവരും പിന്നെ ഓക്കെ ആയ വന്നിട്ടില്ല. ആഫ്റ്റർ കെയർ ചെയ്യുന്നുണ്ടായിരിക്കും അവർ. നമ്മൾ പറഞ്ഞു കൊടുക്കും, അതിൻ്റെ A to Z പറഞ്ഞു കൊടുക്കും. പിന്നെ നമുക്ക് ഷാമ്പു, കണ്ടീഷണർ, സിറം എല്ലാം കൊടുത്തിട്ടാണ് വിടുന്നത്. അപ്പം അതൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യും. ഈ കുട്ടി സെക്കൻഡ് ടൈം വന്നു നമുക്ക്. ഈ ഇപ്പം നമ്മൾ ഈ പെയിൻ്റെ തന്നെ ആണെങ്കിൽ നമ്മൾ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ കാണുമ്പോൾ മേല് പെരുക്കുന്ന പോലെ ഇങ്ങനെ വരുന്നത്. അപ്പം അത്രയും ഉണ്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി. ശരിക്കും എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് ആയിരിക്കും, നിങ്ങളിത് എന്താ ചെയ്യുന്നത്? ഇത് റിമൂവ് ചെയ്തതിന് ശേഷം ഇതിനെല്ലാം കൂടെ നമുക്ക് പിടിച്ചിട്ട് കൊല്ലാൻ പറ്റൂല. അപ്പം എന്താ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്പോസിങ്? അത് നമ്മൾ കവറിലൊക്കെ ആക്കിയിട്ട് കൊണ്ട് കളയലാണ്. കത്തിക്കലും കളയലും ഒക്കെയാണ്. പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളതാ, ഇപ്പം എല്ലായിടത്തും കാണും കുറ്റം മാത്രം കണ്ടുപിടിക്കാനായിട്ട് ചില ആളുകൾ. മൈന തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കളിയാക്കുന്ന ആളുകളുണ്ടെന്ന്. കളിയാക്കുന്നുണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത് ഒരാളുടെ തല ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു കാര്യമാണ്. എല്ലാവരും പറയുന്നത്, എല്ലാവരും അല്ല, കുറച്ച് പേര് പറയുന്നത് വെറുതെ ഒന്നും അല്ലല്ലോ, പൈസ മേടിച്ചിട്ടല്ലേ. ഇപ്പം ഞാൻ ഒരു 10,000 രൂപ അല്ലെ 20,000 രൂപ നൂറാടെ കൈ കൊണ്ട് തന്നാൽ നൂറ് അത് ക്ലിയർ ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പം അതങ്ങ് ചിന്തിച്ചാൽ മതിയല്ലോ അവർക്ക്, അല്ലേ? പൈസ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ചിലവുണ്ട്, സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം, അങ്ങനെ ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഈ 10 മണിക്കൂറൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? ഇതൊക്കെ നമ്മുടെ ബോഡിയെ ബാധിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ഇവർ സിമ്പിളായിട്ട് വന്നിട്ട് വെറുതെ ഒന്നും അല്ലല്ലോ, പൈസ മേടിച്ചിട്ടല്ലേ ചെയ്യുന്നത്, സേവനമൊന്നും അല്ലല്ലോ, ഇങ്ങനെയൊക്കെ പറയും. ആക്ച്വലി നമ്മൾ പറ്റാത്തവരും കാണുമല്ലോ, അവർക്കും നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതി നമ്മൾ പറയുന്നില്ലെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കളിയാക്കലുകൾ വരുന്നത് എങ്ങനെയാണ്? കളിയാക്കലുകൾ പേമ്പറയ്ക്കും അതിന്. പിന്നെ എന്തെങ്കിലും എനിക്ക് ഈ ഒരു വട്ടം വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുന്നൊരു വഴി ഉണ്ടായിരുന്നേ. അപ്പം ഈ റോഡ് ചെറിയൊരു വഴിയാണ്. ജസ്റ്റ് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും പെട്ടെന്നൊരു വണ്ടി വന്ന് ക്രോസ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, നോക്കി പോയിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ഒന്ന് നിർത്തിയിട്ട് അപ്പോഴത്തേക്ക് അവരങ്ങ് ആശായിട്ട് പെരുമാറാൻ തുടങ്ങി. ഭയങ്കര റൂഡായിട്ട് സംസാരം തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, നീ പോയിട്ട് വല്ല പേനും വിറക്കിക്കൊണ്ടിരിക്കരുത്, ഞങ്ങളുടെ അടുത്തോട്ട് വരാമെന്ന് പറഞ്ഞു. അതെന്താ അവർക്ക് ഫ്രസ്ട്രേഷൻ അത്രയ്ക്ക് വരാനായിട്ടുള്ള കാരണം? അറിയില്ല, എനിക്കറിയില്ല, ഞാൻ അവരെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അവർ കണ്ടിട്ടുണ്ടായിരിക്കും, അറിയില്ല. ഓരോരുത്തരും പെട്ടെന്ന് ഓരോരുത്തരും ഇങ്ങനെ ഇതാവുമ്പോഴത്തേക്കും ചെറിയ ചെറിയ കുശുമ്പുകൾ. അതായത് നല്ല കഷ്ടപ്പാടുന്ന് വന്ന ഒരാളാണ്. നല്ല കഷ്ടപ്പാടുന്ന് വന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരാള് ഉയർന്നു വരുന്നത് കാണുമ്പോഴത്തേക്ക് പലർക്കും അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടല്ലേ? ഉറപ്പായിട്ടും അതുണ്ടാവും. അങ്ങനെ തന്നെ ആണല്ലോ സമൂഹം. ഒരാള് എല്ലാരും ക്രാബ് കണക്കാണ്. ഒരാൾ പൊങ്ങി പോകുമ്പോഴത്തേക്ക് അടുത്ത ആള് പിടിച്ച് താഴോട്ട് ശ്രമിക്കും, അത്രേ ഉള്ളൂ. അതെ. ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാ? ഉമ്മച്ച, പാപ്പ, ഹസ്ബൻഡ്, കാക്കു, പിന്നെ ആങ്ങള, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. മക്കള് നല്ല സപ്പോർട്ടാണ്. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയ കരച്ചില് വീഴ്ചില് അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഞാൻ വരുന്ന എന്നെ കൊണ്ടുപോകണം അങ്ങനത്തെ ഒരു ഇതില്ല. നല്ല മക്കളാണ്. ബട്ട് ഒരു രൂപ എടുക്കാൻ എല്ലായിടത്തും ഇല്ലാതെ ഇരുന്ന അവസ്ഥയിൽ നിന്ന് സ്വന്തമായിട്ടായി ഇപ്പൊ വീണ്ടും ഒരു സലൂൺ ആവുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, ഒരു സലൂൺ, ഇപ്പൊ 2 സലൂണ്, ഒരു റെസ്റ്റോറൻറ്റ് ചെറിയ കാര്യമേ അല്ല. ഒരുപാട് പെൺകുട്ടികൾക്കാണെങ്കിലൊക്കെ ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി കൂടിയാണ്. നമുക്കൊരു വളർച്ച ഉണ്ടായതിനു ശേഷം ഈ മാറ്റി നിർത്തിയവര് നമ്മുടെ അടുത്തോട്ട് വരുന്ന സിറ്റുവേഷനിൽ ആ സ്റ്റേജിലോട്ട് എത്താൻ തുടങ്ങി. എന്നാലും നമ്മുടെ അതുപോലെ തന്നെ. എന്നാലും അങ്ങനെ ഞാൻ അങ്ങോട്ട് അങ്ങനെ പോകലില്ല. പക്ഷെ വരലും എന്താ ചോദിച്ചാ ഏതാ, അത്രേ ഉള്ളൂ. ഈ കണ്ണൂർ കണക്ഷൻ എങ്ങനെയാ കിട്ടിയത്? കാക്കു. അതെ, അതെങ്ങനെയാണ് നമ്മൾ ഈ കായംകുളത്ത് നിന്ന് മൈനയും കണ്ണൂരുള്ള കണക്ഷൻ അതെങ്ങനെ വന്നു? അത് ഇതേപോലെ തന്നെ എന്താണ്, ഒരു ഷോയിൽ പങ്കെടുക്കാൻ പോയിട്ട് അങ്ങനെ എൻ്റെ ആങ്ങളയുടെ കൂട്ടുകാരനായിരുന്നു. അങ്ങനെ സംസാരിച്ച് പുള്ളിക്ക് ഒരു ബ്രേക്കപ്പ് ഉണ്ടായി. ആ കഥ മൊത്തം പറഞ്ഞ്
പിന്നെ പുള്ളി ഞങ്ങൾ അങ്ങനെ അങ്ങ് ലവായി അങ്ങനെ 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 എല്ലാത്തിനും ഒരു കാരണം ഉണ്ടല്ലേ, ആ രീതിയിലോട്ട് വന്നു. പിള്ളേരായി ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇനി എന്താ അടുത്ത ലക്ഷ്യം എന്താ? അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ്ങോടുകൂടി പോകുന്ന ഒരാളാണോ ശരിക്കും? അടുത്ത ലക്ഷ്യം പണ്ട് തൊട്ടേ ഉള്ള ഒരു ലക്ഷ്യമാണ്. എന്ന് വെച്ചാല് ഞാൻ കുറച്ച് സൈസാണല്ലോ, അപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു കടയിൽ പോയാലും ഡ്രസ്സിൻ്റെ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, അപ്പം അതിലോട്ട് ജസ്റ്റ് ഒരു പ്ലസ് സൈസ് ഔട്ട്ഫിറ്റ്സ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ. കാരണം നമ്മളിപ്പോൾ ഏതൊരു കടയിൽ പോയാലും എനിക്ക് തന്നെ വരുന്നതാണ് മീഡിയം ടു XL XXL വരെ കിട്ടും. XXL എന്ന് പറയുന്നത് ചിലപ്പം XL സൈസേ കാണത്തുള്ളൂ. പക്ഷെ ഞാൻ അപ്പോൾ ഓരോരുത്തർക്കും മടിയായിരിക്കും ഇതിൻ്റെ സൈസ് വേറെ ഉണ്ടോ വലുതുണ്ടോ എന്നൊക്കെ ചോദിക്കാം. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ XXL തൊട്ട് മേലോട്ടുള്ള ഒരു 10XL വരെയുള്ള ഒരു ഓപ്പൺ ചെയ്യാന്ന് വെച്ച്. മറ്റേത് കോമൺ അല്ലേ എല്ലായിടത്തും ഉള്ള. അതെ. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം മുൻകൂട്ടി ആരോടും പറയരുതെന്ന്. ഇപ്പൊ എന്തായാലും ആരും അറിഞ്ഞിട്ടില്ല. അത്രയും ഭയങ്കര സീക്രട്ട് ആയിട്ട് അങ്ങ് കൊണ്ടുപോയി. എപ്പോഴെങ്കിലും ഈ പറയുന്ന പോലെ നേരത്തെ ചെയ്ത് ഫിനിഷ് ആക്കാൻ പറ്റാതെ അവരെ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞല്ലോ ആ മോളെ വെച്ചേക്കാണ് വിളിക്കണം പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. അന്ന് വെച്ചാല് ഡെയിലി ഉണ്ട്, നമുക്ക് ടൈം കിട്ടുന്നില്ല. ഇപ്പം ഈ കുട്ടി മരിച്ചില്ലേ ഈ ഒഡീഷയില്, അതിനുശേഷം പണ്ടത്തെ പോലെ തന്നെ ഡെയിലി ഒരു 70 കോളിന് മേലെ വരുന്നുണ്ട്. ഇത് കേട്ട് പേടിയായിട്ട് 70 കോളിന് മേലെ വരുന്നുണ്ട്. ഒരു തുറക്കാൻ പറ്റാത്ത അത്ര മെസ്സേജ്, അതിന് മെസ്സേജും വരുന്നുണ്ട്. ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് അഞ്ജന എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ മാനേജർ, പിന്നെ ഫിദ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാണ്. അവർക്ക് പറ്റാത്ത വിധമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതെ, ശരിക്കും ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടായാലും ഇപ്പൊ ആളുകൾക്കായാലും ഇപ്പൊ എന്ന് പറഞ്ഞ നിസ്സാര നമ്മളെ പാർലറുകാർ വിളിക്കലുണ്ട് കുറെ, എനിക്ക് പറഞ്ഞു തരുമോ. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും പ്രോഡക്റ്റ്സ് അയച്ചിട്ടും ഒന്നും കാര്യമില്ല. വേറെയും കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, എല്ലാവർക്കും ചെയ്യണം പറ്റണമെന്നൊന്നും ഇല്ല. എല്ലാവരും പൈസ കിട്ടും എന്നൊരു ഫോക്കസിലായിരിക്കും. അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഫേസും കൂടെ ഉണ്ട്. അത് അങ്ങനെ എല്ലാവർക്കും പറ്റത്തില്ല. അപ്പം നമ്മൾ തുടങ്ങിയിട്ട് തന്നെ നമുക്ക് കസ്റ്റമറായിട്ട് വന്നിട്ട് തന്നെ അതായത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് പോയിട്ട് ചെയ്യുന്നവരുമുണ്ട്. ഇപ്പം അങ്ങനെ കുറെ സ്ഥലത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നൂറൊക്കെ അറിയാമായിരിക്കുമല്ലോ, വീഡിയോ നോക്കുമ്പോൾ നമ്മളല്ലേ ഉള്ളായിരുന്നു. കുറെ പേരില്ലേ. പക്ഷേ ഈ കുറെ പേരെടുത്ത് പോയവർ തന്നെ നമുക്ക് റിപ്പീറ്റ് വന്നിട്ടുണ്ട്. അയനാറൊക്കെ പിടിച്ച് പൊള്ളിച്ചതും പിന്നെ പൈസ കുറഞ്ഞതിന് അവരെ ഇറക്കി വിട്ടിട്ട് അവർ വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ വീഡിയോ ആക്കി തന്നെ ഇട്ടിട്ടുണ്ട്. അതെ, ഇപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകളുണ്ടല്ലോ, നമ്മുടെ ഇപ്പം ഇത് കണ്ടിട്ടാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഡൗട്ട് കാണും. എങ്ങനെ ഇപ്പം പേടി തോന്നുമായിരിക്കും, എങ്ങനെയായിരിക്കും ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഇപ്പൊ പേരൻസ് ഒക്കെ ആണെങ്കിൽ പോലും എന്താ മെയിൻലി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം? നനഞ്ഞ മുടി കെട്ടിവെക്കുക. നനഞ്ഞത് സംഭവം ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം മാത്രം തല നനയ്ക്കാൻ നോക്കുക. അത് ഇപ്പം എൻ്റെ മോടെ മുടിയില്ലേ, എൻ്റെ മക്കളുടെ മുടി നല്ല മുടിയുണ്ട്, 3 ആൾക്കും ഉണ്ട്. ഞാൻ പേനെല്ലാം കളഞ്ഞിട്ട് സ്കൂളിലോട്ട് വിടും. പക്ഷെ വരുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും പേനാവും. അത് ഞാൻ മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സ്കൂളിൽ ഒരു അവയറൻസ് എന്ന് പോലെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം, ടീച്ചർമാരായാലും അല്ലെങ്കിൽ വേറൊരാളെ വിളിച്ചിട്ട് ഒരു കൗൺസിലിംഗ് പോലെ മക്കൾക്കായാലും പാരൻസിന്, മക്കൾക്കല്ല മക്കൾക്ക് അറിയില്ലല്ലോ. അപ്പം അവരും കൂടെ ഒന്ന് കെയർ ചെയ്താലേ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളുടെ തലയിൽ പേൻ പോകാൻ പോകുന്നില്ല. കാരണം ഇവരെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് വിടുന്നത് ഒരു പേനിൻ്റെ നടുക്കോട്ടാണ്. പിറ്റേന്ന് 2 ദിവസം കഴിയുമ്പോൾ പിന്നെ ഇത് തന്നെയാണ്. എൻ്റെ മക്കളെ തലയും പൊട്ടുന്നുണ്ട്, തലയെല്ലാം പൊട്ടുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്, പക്ഷേങ്കിൽ അവിടെ നിന്ന് പിന്നെയും കയറുന്നുണ്ട്. മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ മെയിൻലി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പേരൻസ് സ്കൂളിലാണ് മെയിൻ. മനസ്സിലായി. സ്കൂളിൽ നമ്മളത് ഒരു കൗൺസിലിംഗ് പോലെ വെച്ച് പാരൻസിനെയൊക്കെ വിളിച്ചിട്ട് സംസാരിക്കേണ്ട കാര്യം തന്നെയാണത് മെയിനായിട്ട്. അതെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇമോഷണലായിട്ട് തിരിച്ചു പോയിട്ടുള്ള ആളുകളുണ്ടോ? കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട്? എല്ലാവരും മിക്കതും അങ്ങനെ തന്നെയാണ്.
മിക്കതും അങ്ങനെ തന്നെയാണ്. ഭയങ്കര സന്തോഷം. ഞാൻ നൂറ കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ഞാനൊരു കുട്ടി കാസർഗോഡ് നിന്ന് വന്നൊരു കുട്ടിയെ കെട്ടിപ്പിടിക്കുമ്പോൾ, അതായത് ആദ്യമേ അതിൻ്റെ വിഷമം പറയുമ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ അതെന്നെ തെള്ളി മാറ്റുന്നുണ്ട്. തെള്ളി മാറ്റിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കെട്ടിപ്പിടിക്കല്ലേ, നിങ്ങൾക്കും വരുമെന്ന് പറയുന്നുണ്ട്. ഞാൻ പിറ്റേ ദിവസം അതിനെ കെട്ടിപ്പിടിച്ചപ്പോൾ അത് എന്നെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരച്ചില്ലായിരുന്നു. അതിന് 4 മാസം പ്രായമുള്ളൊരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ എടുക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണ്. അതായത് ഈ ഒരു ഡസ്റ്റ് വീഴുമല്ലോ, ഇതിന് നൂറ ഒരു ഡസ്റ്റ് വീഴും, ഒരു പൊടി വീഴും. ആ പൊടി നമ്മുടെ ദേഹത്ത്, ഇപ്പം നൂറയുടെ അടുത്ത് നിൽക്കുന്ന കുട്ടിയുടെ തലയിലാണ് ഇത്, നൂറയുടെ കൂടാണ് കിടക്കുന്നത്. അപ്പം അതിൽ നിന്ന് വീഴുന്ന പൊടി നൂറയുടെ ദേഹത്ത് വീഴുമ്പോഴാണ് ഈ പൊട്ടലൊക്കെ ഉണ്ടാകത്തില്ല. കയ്യിലും കാലിലൊക്കെ എങ്ങനെയാണ് പൊട്ടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ആ ഡസ്റ്റ് വീണിട്ടാണ്. അതിൽ വൈറസ് പോലെയുള്ള കാര്യങ്ങളുണ്ട്, അങ്ങനെയാണ്. അപ്പം ആ കുഞ്ഞിനും അങ്ങനെ തന്നെ വരുന്നുണ്ട്. കൈക്കുഞ്ഞിന് കുഞ്ഞിന് അങ്ങനെ വരുന്നുണ്ട്. ഇപ്പം വരുന്ന രക്ഷിതാക്കളുടെ മക്കൾക്കും വരുന്നുണ്ട്. ചിലപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ടൈമിലൊക്കെ ആവശ്യത്തിന് കെയർ ചെയ്യാൻ പറ്റാത്ത ആളുകൾ അല്ലേ, അതാണ് കൂടുതൽ. പിന്നെ ഹോസ്പിറ്റലിൽ മക്കളൊക്കെ കിടക്കത്തില്ലേ, അഡ്മിറ്റ് ആയിട്ട് തിരിച്ചു മുടിയൊന്നും ഈരെ കെട്ടാനൊന്നും പറ്റാതെ മക്കൾ വരത്തില്ലേ, അത് ജട പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ജട നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ, ജട എടുത്ത് കളയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ പലർക്കും ഇതിൻ്റെ ഒരു ഇത് എത്രത്തോളം എക്സ്പെൻസീവ് ആണ് അങ്ങനത്തെ ഡൗട്ട്സ് കാണും. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഇത്, എക്സ്പെൻസീവ് ആണോ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്? അതെ, അത് ഓരോന്നിനും എടുക്കുന്ന ടൈം അനുസരിച്ചിട്ടാണ്. നമ്മൾ പെർ അവർ വെച്ചിട്ടാണ് ഇതാക്കുന്നത്, മണിക്കൂർ വെച്ചിട്ടാണ്. അല്ല, ഒരു വീഡിയോ നമുക്ക് മുൻകൂട്ടി അയച്ചു തരുമ്പോൾ ഇത്ര മണിക്കൂർ മതി എന്ന് നമുക്ക് മനസ്സിലാവും. എന്നാലും പെർ അവർ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിന് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കെമിക്കൽ അല്ല, അതേപോലുള്ള കാര്യങ്ങൾ, ഇത്ര മണിക്കൂർ നിൽക്കല്, സ്റ്റാഫ്, നമ്മുടെ വർക്കിന്റെ ആണ് പൈസ, ആ വർക്കിന്റെ, അതായത് കറണ്ട് ബില്ല്, സ്റ്റാഫ്, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോസ്റ്റ് മേടിക്കുന്നത്. അതെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പൈസ എക്സ്പെൻസ് അത്ര ഇതാക്കാൻ പറ്റാത്തവര് മേ ബി ഹോം കെയർ ഒക്കെ ചെയ്യും. ഇപ്പൊ ഈ തുളസിയില, വെളുത്തുള്ളി ഇതൊക്കെ അരച്ച് തലത്തേക്ക്, അങ്ങനത്തെ ഒക്കെ കുറെ ഹോം റെമഡീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ കമന്റ് ഇടാറുണ്ടല്ലോ, ഒന്ന് എണ്ണ തേച്ച് കുളിച്ചാൽ മതി, അങ്ങനെയൊക്കെ കമന്റ്സ് ഇടാറുണ്ട്. ശരിക്കും ഇതൊക്കെ എന്തെങ്കിലും ഈ ബിഗിനേഴ്സിന് പോലും എഫക്റ്റീവ് ആണോ ഈ ഇങ്ങനത്തെ ഹോം റെമഡീസ്? അത് സത്യത്തിൽ അങ്ങനെ ചെയ്യരുത്. സംഭവം എന്ന് വെച്ചാലേ, ഈ ആക്ച്വലി ഈ വെളിച്ചെണ്ണ തേക്കുന്നത് തന്നെ ഒന്ന് കുറച്ചാൽ അത്രയും നല്ലതായിരിക്കും. നമ്മൾ തന്നെ ഷാമ്പു, ഇപ്പം ഞാനൊക്കെ തലയിൽ എണ്ണയൊക്കെ കണ്ടിട്ട് കൊല്ലങ്ങളായി. നമ്മൾ എണ്ണയൊന്നും തേച്ചാൽ തന്നെ 1 മണിക്കൂർ വെച്ചിട്ട് ഷാമ്പു വാഷ് ചെയ്തിട്ട് കളയണം. എന്നിട്ട് സിറം ഒക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഈ എണ്ണ തേച്ച് അതിൽ പെട്ടെന്ന് അഴുക്കൊക്കെ വന്നിട്ട് നിറയും. അപ്പം നമ്മൾ പൊടിയിലോട്ടൊക്കെ അല്ലേ പോകുന്നത്, അപ്പം ഒരു നനവ് കാണുമല്ലോ ഓയിലിൻ്റെ. അപ്പോൾ അതിലോട്ട് ഡസ്റ്റ് വന്ന് ഒട്ടി, പിന്നെ അതിൽ നിന്ന് ഫംഗസ് ഡാൻഡ്രഫായി, പിന്നെ ഈരായി, പേനായി, അത് ഭയങ്കര സീനായിട്ട് മാറും. പിന്നെന്ന് വെച്ചാൽ ഈ തുളസിയില, ഈ പറഞ്ഞ വേപ്പില, വെളുത്തുള്ളി ഇതെല്ലാം അരച്ച് തേച്ചിട്ട് ഒരു കാര്യമില്ല. എന്നിട്ട് ഇത് നമ്മളെ സ്വന്തമായിട്ടല്ലേ, പണ്ടെന്ന് വെച്ചാൽ പുഴയിൽ പോയി മുങ്ങി തലയൊക്കെ ഒലുമ്പി കുളിച്ചിട്ടല്ലേ വരുന്നത്. ഇപ്പൊ ഷവർ തുറന്നു വെച്ചിട്ട് എത്രത്തോളം ക്ലിയർ ആവും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജട വെട്ടും അല്ലേ? ജട കെട്ടുന്ന മാത്രമല്ല, സ്മെല്ല് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഇരുന്നിട്ട് നമുക്കിങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെ തുളസിയിലൊക്കെ അരച്ച് തേച്ചിട്ട് നമുക്കത് ഭയങ്കരമായിട്ട് സ്മെല്ലെടുത്തിട്ട് നമുക്ക് സലൂൺ ഫുള്ളായിട്ട് സ്മെല്ലായിട്ടുണ്ട്. ഒരു കനച്ച സ്മെല്ലായിരിക്കും. കനച്ചെന്നല്ല പറയണ്ട, അത് വേറെ എന്തോ ഒരു ടൈപ്പാണ് സംഭവം. ഇവർ ഈ വീട്ടില് യൂട്യൂബാണ് പ്രശ്നം. യൂട്യൂബിൽ കണ്ടിട്ട് ഓരോന്നോരോന്ന് പരീക്ഷിക്കുന്നതാണ് മനസ്സിലായി. തലയിൽ മാത്രമല്ല, ഇപ്പൊ അറിയാമല്ലോ, ചെറിയൊരു അങ്ങനെ തേച്ചാൽ ഇത് വെളുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ചെയ്യത്തില്ലേ. അതാണ് പ്രശ്നം. നമ്മൾ സ്വന്തമായിട്ട് അങ്ങ് ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങുന്നിടത്താണ് നമ്മൾക്ക് ഓരോ പരാജയം സംഭവിക്കുന്നത്. അതുപോലെ ഈ മെഡിക്കൽ സ്റ്റോഴ്സിലൊക്കെ പണ്ട് മുതൽ നമ്മൾ വാങ്ങാറുള്ള ഒരു സാധനമാണല്ലോ ഈ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലൈസിന്റെ ഷാംപൂസ് ഒക്കെ. അതൊക്കെ യൂസ് ചെയ്യുന്നതിനോട്ട് അതൊക്കെ യൂസ് ചെയ്താലും പെയിൻ അല്ലേ പോകത്തുള്ളൂ, ഈര് അവിടെ ഇരിക്കുമല്ലേ, പിന്നെ അത് പൊട്ടി വരുമല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വരുന്ന മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഷാമ്പൂ ഒക്കെ അല്ലേ, ഇത് യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയുമ്പോഴത്തേക്ക് ഈ ഈരില്ലേ ടൈറ്റായിട്ട് കയറി അങ്ങ് പിടിക്കും. ടൈറ്റായിട്ട് പിടിക്കുമ്പോഴത്തേക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവിടം കൊണ്ട് മുടി പൊട്ടി പോകും. അത് നമുക്ക് വരാനും ഭയങ്കര പാടാണ്. ഞങ്ങൾ ഈ ടഫായിട്ടുള്ളവരോട് ഞങ്ങൾ ചോദിക്കും ഷാമ്പു യൂസ് ചെയ്തായിരുന്നു, അപ്പോൾ അവർ പറയാം യൂസ് ചെയ്തായിരുന്നു. അതാണ് പ്രശ്നം. നോർമലി ഇരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇരുമ്പോൾ തന്നെ വരും. ഇത് ഇങ്ങനെ വരാത്തതെന്ന് വെച്ചാൽ ഷാമ്പു യൂസ് ചെയ്ത് പേനെല്ലാം കൊന്ന്, അപ്പം ആ ഈരിലൊരു ചെറിയൊരു
വ്യതിചലനം ഉണ്ടായിട്ട് അത് ടൈറ്റ് ആക്കും മുടി, മനസ്സിലായി. പിന്നെ അത് പൊട്ടിയേ വരത്തുള്ളൂ അവിടെ നിന്ന്. Okay. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത്രയും പലതരത്തിലുള്ള പല നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഇത്രയും ക്ലയൻസിനെ ഡീൽ ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ എന്താ മറ്റുള്ളവരോട് പറയാനുള്ളത്? മറ്റുള്ളവരോട് ഞാൻ അന്നും ഇന്നും പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഇവരെ അകറ്റി നിർത്തരുത്, മാക്സിമം ഇവരെ ഒറ്റപ്പെടുത്തുക. പിള്ളേരൊക്കെ ആണെങ്കിൽ അറിയാമല്ലോ, അവരുടെ മനസ്സൊക്കെ ഭയങ്കര വല്ലാതെ ലോലമായിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് അത് എന്താണ് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും, പഠിത്തമൊക്കെ കുറയും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഈ പെയിൻ ഇതുപോലെ തലയിൽ ഇങ്ങനെ ബ്ലഡ് ഊറ്റി 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 ഇവർക്ക് പഠിക്കാനുള്ളതൊന്നും ഇല്ല, ആക്റ്റീവ് അല്ല, ആക്റ്റീവ് അല്ല, ഒട്ടും ആക്റ്റീവ് അല്ല. അവർക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും, ഉറക്കമായിരിക്കും. പിന്നെന്താണ് ഇങ്ങനെ തന്നെ എന്നുവെച്ചാൽ തല മാന്തിക്കൊണ്ടിരിക്കുവോ പഠിക്കാൻ നോക്കൂ, പറ്റത്തില്ല അവർക്ക്. പിന്നെ സ്മെല്ലും വരുമ്പം അടുത്തുള്ള കുട്ടികളെയും പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും കുറച്ചൊക്കെ ഒന്ന് എന്താണ് അവരെ ഒന്ന് മനസ്സിലാക്കി പോയാൽ അത്രയും നല്ലതാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളെയൊക്കെ കുറ്റം പറയത്തില്ല, എല്ലാവരും പറയും കമന്റ് 100 കണ്ടിട്ടുണ്ടോ, പിന്നെ തള്ള എന്ത് കൊടുക്കുമോ, തള്ളയെ 2 അടി കൊടുക്കണം, അങ്ങനെയൊക്കെയാ പറയുന്നത്. തള്ള മാത്രമേ ഉള്ളൂ വീട്ടില്, അച്ഛനെ നോക്കിയാൽ മാറത്തില്ലേ? പക്ഷെ ഇത് രണ്ടുപേരും നോക്കിയാലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോക്കി ക്ലിയർ ആക്കി വിട്ടിട്ട് കാര്യമില്ല. നമ്മൾ സ്കൂളിലോട്ടാണ് വിടുന്നത്, അവിടെ എത്ര പിള്ളേർ അങ്ങനെ ഇരിക്കും അല്ലേ, പിന്നെയും കയറുമല്ലേ ചെയ്യുന്നത്. അപ്പോൾ എത്ര പേര് വന്ന് കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? അതായത് അമ്മമാർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെയാണ് കുറ്റം പറയുന്നത്, ഞങ്ങൾ എത്രയൊക്കെ നോക്കിയിട്ട് മാറുന്നില്ല. പിന്നെ പിള്ളേർ ഇരിക്കാത്ത പിള്ളേരും ഉണ്ട്. പിന്നെന്താണ് ഈ ഭർത്താവൊക്കെ എടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, നീ കാരണമാണ് ഇങ്ങനെ. അതെന്താ അവരെ മാത്രം എപ്പോഴും എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്, അമ്മമാരെ മാത്രം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. മനസ്സിലായി. ഇവരെ അകറ്റി നിർത്തരുത്. അവരെ അകറ്റി നിർത്താതെ എപ്പോഴും നമ്മൾ കുറച്ചൊന്ന് കെയറൊക്കെ കൊടുത്താൽ ഇത് പെയിനല്ലേ, ഇത് മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊന്ന് മനസ്സമാധാനം കൊടുത്താൽ അവർക്കും ഒരു മൈൻഡൊക്കെ ഫ്രീ ആവും. അല്ല ഇവരിങ്ങനെ മാറ്റി നിർത്തി അവരുടെ ബാല്യകാലമേ അങ്ങനെ ആയിപ്പോയാലൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എനിക്ക് തന്നെ നമ്മളെ കൊച്ചിലെ ഓരോന്നൊക്കെ അനുഭവിച്ചിട്ടുള്ളത് നമുക്ക് ഇപ്പോഴും ഒരു ഇതായിട്ട് കിടപ്പുണ്ട്. അപ്പം ഈ മക്കൾ ഇനി വരുന്ന പിള്ളേരെ അറിയാമല്ലോ, നമ്മളുടെ അത്രയും പോലും അവർക്കൊരു എന്താ മനസ്സിനൊരു കട്ടിയില്ലാത്ത പിള്ളേരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അവരെ അത് ബാധിക്കത്തില്ലേ നല്ലോണം? അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാൽ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഇപ്പം 100 മൈൻഡ് അങ്ങനെ ആയിട്ട് 100 എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കും അതൊരു ലൈഫ് ലോങ് അതൊരു വിഷമല്ലേ. അപ്പൊ നമ്മൾ അതിനൊരു ഇടവെക്കാതെ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ പോയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, അതാണ് അവരെ ഒന്ന് അകറ്റി നിർത്താതെ കുറച്ചൊന്ന് സ്നേഹത്തോടെ പെരുമാറണം അവരോട്.